Welcome to Serbia. സെർബിയയിലെത്തിയാട്ടോ. നമ്മൾ ലൂട്ടണിയിൽ നിന്നാണ് സെർബിയയിലോട്ട് എത്തിയത്. സെർബിയയിലെ ബെൽഗ്രേഡ് എന്ന് പറയുന്ന എയർപോർട്ടിലാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് അകലായിട്ടാട്ടോ നമ്മൾ വണ്ടി എടുത്തേക്കുന്ന പ്രൊവൈഡർ ഉള്ളത്. ആവീസ് എന്ന് പറഞ്ഞ അവരാണ് നമുക്ക് വണ്ടി തരുന്നത്. അപ്പൊ നമുക്ക് പോയിട്ട് വണ്ടി എടുക്കാം അല്ലേ? അതെ. അങ്ങനത്തെ വണ്ടി നമ്മുടെ കൈ കിട്ടിട്ടോ. ഇനിയിപ്പോ നമ്മള് ഈ ഒരു ടൗണ് മൊത്തം ഒന്ന് കറങ്ങി കാണാൻ വേണ്ടി പോകട്ടോ. ബെൽഗ്രേഡ് എന്ന് പറഞ്ഞ ഈ ഒരു ടൗണിലാണ് ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്നത്. ഇപ്പൊ ഇന്നത്തെ ദിവസം നമ്മുടെ പരിപാടികളൊക്കെ ഇവിടെ ആട്ടോ. ഇവിടെ ഇന്നത്തെ ദിവസം ഈ ഒരു ടൗണ് മൊത്തം കാണാനൊന്നും പറ്റൂല, എന്നാലും പറ്റുന്നത്രയും കാണാം. ഒരു ചർച്ചുണ്ട്, ആ ചർച്ചിലേക്ക് ഇപ്പൊ നമ്മൾ പോകുന്നത് കേട്ടോ. സെർബിയ ട്രിപ്പിൽ എന്താണെങ്കിലും നമ്മൾ ആമിക്ക് കാർ സീറ്റ് ഒക്കെ എടുത്തിരുന്നു കേട്ടോ. ആമിയുടെ കാർ സീറ്റ് നമ്മള് കാർ റെന്റിൽ തന്നെ ഓൾറെഡി ബുക്ക് ചെയ്തത് അല്ലേ ആമി? ആമിക്ക് പക്ഷെ ഇഷ്ടമായില്ലെന്നാ പറഞ്ഞ ആമിയുടെ കാർ സീറ്റ്. ഞങ്ങളുടെ സെർബിയയിലെ ആദ്യത്തെ ദിവസം കേട്ടോ. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് ബെൽഗ്രേഡ് എന്ന് പറഞ്ഞിട്ടുള്ള ടൗണിലാട്ടോ ഞങ്ങൾ ഇപ്പോ ഉള്ളത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഈ ഒരു നഗരം ഫുള്ള് നടന്ന് കാണുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങക്ക് കണ്ടാൽ മനസ്സിലാവും അത്യാവശ്യം നല്ലൊരു ടൗൺ ആട്ടോ. നല്ല തിരക്കുള്ള ടൗണാ, ഫുള്ള് പ്രാമും അതും ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം അല്ലേ, ചെന്നം പിന്നെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇവിടെ ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ചർച്ച് ഉണ്ട്, അത് കാണണം. പിന്നെ ഒരു സ്ക്വയർ ഉണ്ട്, അതേതായിരുന്നു റിപ്പബ്ലിക് സ്ക്വയർ ഉണ്ട്. അപ്പൊ അതൊക്കെ കാണണം. ഇവിടുത്തെ ബസ്സൊക്കെ കണ്ടോ, പഴയ നമ്മുടെ നല്ല അടിപൊളി ബസ്സുകളൊക്കെ ആട്ടോ. ബസ്സാണ് പ്രാമാണ് അല്ലേ? ഇലക്ട്രിക് ബസ്സുകളാന്ന് തോന്നുന്നു. കണക്ട് ആയ പോലെ മുകളിൽ കണക്ട് ആയിട്ടുണ്ട് കേട്ടോ. അതിന്റെ കൂടെ ട്രാമും പോകും തോന്നുന്നല്ലേ? ഇല്ലില്ല, ട്രാം വേറെ ലൈനാ കണ്ടില്ല, അവിടെ പാളം പോലെ ട്രാക്കിൽ കൂടെ. എന്റെ പുറകിൽ കാണുന്നതാണ് കേട്ടോ സെയിന്റ് സാവ ചർച്ച്. സെർബിയയിലെ വൺ ഓഫ് ദി ഐക്കോണിക് ലാൻഡ്മാർക്ക് ആണ് കേട്ടോ എന്റെ ഈ പുറകിൽ കാണുന്ന ചർച്ച്. അത് മാത്രമല്ല വേൾഡിലെ വൺ ഓഫ് ദി ലാർജസ്റ്റ് ഓർത്തഡോക്സ് ചർച്ച് എന്ന് പറയുന്നതും ഈ ഒരു ചർച്ച് തന്നെയാണ് കേട്ടോ. സെയിന്റ് സാവയുടെ പേരിലാണ് ഈ ഒരു ചർച്ച് ഉള്ളത്. ഒരു എന്താ പറയുക 1935 ആ ഒരു ടൈം തൊട്ട് ഇതിന്റെ ഒരു നിർമ്മാണം ആരംഭിച്ചെങ്കിലും വേൾഡ് വാറൊക്കെ കൊണ്ട് കുറെ നീണ്ടുപോയി. ഫൈനലി ഇത് ഇങ്ങനെയാണ് ഈ ഒരു ചർച്ച് ഇപ്പോൾ ഉള്ളത്. ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ഈ ഒരു ചർച്ച് കാണാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് ആൾക്കാർ വരുന്നുണ്ട്. ഇതിപ്പോ ഒരു റിലീജിയസ് അങ്ങനെ ഒരു ഐക്കോണിക് മാർക്ക് മാത്രമല്ല, ഇത് അല്ലാതെ തന്നെ ഈ ഒരു സെർബിയ സിറ്റിയുടെ അല്ലെങ്കിൽ ഒരു ബെൽഗ്രേഡിന്റെ തന്നെ ഒരു ഐക്കോണിക് മാർക്കായിട്ട് ഈ ഒരു സെയിന്റ് സാവ എന്ന് പറയുന്ന ഒരു ചർച്ച് മാറിയിട്ടുണ്ട്. ഈ ഒരു ചർച്ച് കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോകാം കേട്ടോ. ഒന്നും പറയാനില്ല, ഇവിടെ സെർബിയ വരുന്നുണ്ടെങ്കിൽ ഈ ഒരു ചർച്ച് കണ്ടിരിക്കും കേട്ടോ. രക്ഷയില്ല, നമുക്ക് ഇങ്ങനെ കണ്ണെടുക്കാൻ തോന്നത്തില്ല. ഇങ്ങനെ ഒരു നമ്മൾ കണ്ണ് മഞ്ഞളിക്കാന്നൊക്കെ പറ്റത്തില്ല, അതേ ഒരു അവസ്ഥ കേട്ടോ. ആ പള്ളിയുടെ ഒരു ചെറിയൊരു മിനിയേച്ചർ പോലത്തെ ഇവിടെ ഒരു ചെറിയൊരു പള്ളിയുണ്ട്, ചാപ്പൽ പോലെ. കാണിച്ചു തരാം. ഇതാട്ടോ ഞാൻ പറഞ്ഞൊരു ചാപ്പൽ, ചെറിയൊരു ചാപ്പൽ. എന്ത് രസമാന്ന് നോക്കി അത് കാണാനായിട്ട്. ഈ ഒരു പള്ളി പോലെ തന്നെ ഇല്ലേ? ഉള്ളിലൊന്ന് പോയി നോക്കണം കേട്ടോ. ഇതിന്റെ ആ ഒരു ഡോംബും ആ ഇതെല്ലാം കാണുമ്പോ ഒരു മുസ്ലിം ചർച്ചിന്റെ ഒരു ഇതല്ലേ അല്ലേ? പക്ഷെ ഇതൊരു ഓർത്തഡോക്സ് ചർച്ചാണ് കേട്ടോ. ഒരു എന്താ പറയുന്ന ഒട്ടോമൻ ആർക്കിടെക്ചർ എന്നൊക്കെ പറയില്ലേ, ഏകദേശം ആ ഒരു കണക്കിൽപ്പെടുന്ന വായിക്കൊള്ളാൻ പറയാൻ പറ്റാത്തൊരു ആർക്കിടെക്ചർ. അത് ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം.
ബൈസാൻഡൈൻ സ്റ്റൈലിൽ പണിതിരിക്കുന്ന ഒരു ചർച്ചാണ് കേട്ടോ ഇത്. അപ്പൊ സെർബിയ നമ്മുടെ 6ാമത്തെ കൺട്രി കേട്ടോ. ഒത്തിരി സന്തോഷം ഇങ്ങനെ ഓരോ രാജ്യങ്ങളൊക്കെ കവർ ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ? അതെ. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ ഫസ്റ്റ് അട്രാക്ഷൻ ഈ കാണുന്ന ഒരു ചർച്ച ആയിരുന്നു കേട്ടോ. ഒത്തിരി മനസ്സ് നിറഞ്ഞു. എന്താ പറയാ, അതിനകത്ത് കയറി പ്രാർത്ഥിച്ചപ്പോ എന്തൊക്കെയോ ഒരു ആശ്വാസം കിട്ടുന്നുണ്ട്. നമുക്ക് ഇങ്ങോട്ടേക്ക് വന്നപ്പോ ആക്ച്വലി ഇമിഗ്രേഷന്റെ അവിടെയൊക്കെ കുറച്ച് കടുംപിടുത്തമൊക്കെ ആയിരുന്നു കേട്ടോ. കടുംപിടുത്തം മീൻസ് അവിടെ നമുക്ക് ഈ വിസ കാണിക്കുന്നതിന്റെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അവർക്ക് അത് കയറ്റി വിടാൻ ഒരു ബുദ്ധിമുട്ട് പോലെ. അവർക്ക് ഈ ഷെയർ കോഡും മറ്റേ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ അടിച്ചു കൊടുത്ത് നോക്കണല്ലോ. അതിന്റെ ഇമിഗ്രേഷൻ ഓഫീസർക്ക് ഇച്ചിരി വലിയൊരു പുള്ളിയുടെ ഒരു ഭാവം ഇതെല്ലാം കണ്ടപ്പോ നമുക്ക് ആക്ച്വലി ഒന്ന് മനസ്സ് മടുത്തായിരുന്നു അല്ലേ? പക്ഷെ ഇത് ഇങ്ങോട്ടേക്ക് വന്നപ്പോഴത്തേക്ക് അടിപൊളി അല്ലെ? മഴ പെയ്യുന്നുണ്ട്. മഴ നല്ല ലക്ഷണമെന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് ദിവസം തന്നെ നമുക്ക് മഴ കിട്ടിയിരിക്കും. അതെ അതെ. ഇവിടെ സമ്മർ ആണ് കേട്ടോ ഇപ്പൊ. സെർബിയ ഒരു ബൾക്കാൻ കൺട്രി ആണ് കേട്ടോ. നമുക്ക് ഇങ്ങോട്ടേക്ക് വരാനായിട്ട് UK EVC ഉണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യൻസിനൊക്കെ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി പറ്റും കേട്ടോ. ഇവിടെ അതുപോലെ തന്നെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഒക്കെ നമുക്ക് ഫ്രീ ആണ്. നമുക്ക് അതിനൊന്നും പേയ്മെന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഈ കാണുന്ന കേട്ടോ സെർബിയൻ ദിനാറ്. നമ്മൾ കുറച്ച് യൂറോ ആക്കി കൊണ്ടുവന്നായിരുന്നു. പക്ഷെ അതിന്റെ ആവശ്യമില്ല. നമുക്ക് ഇവിടുന്ന് ഏറ്റവും കൗണ്ടറിൽ നിന്ന് എടുത്താൽ മതി. ചെറിയ പൈസ വരുന്നുള്ളൂ. നമ്മളിപ്പോ ബെൽഗ്രേഡിലെ ടൗണിലൂടെ പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് റിപ്പബ്ലിക് സ്ക്വയറിലോട്ട് പോകണം എന്നാണ്. അപ്പൊ നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഇത് നമ്മുടെ ഈ ലെഫ്റ്റ് കാണുന്ന ആയിരിക്കും. എന്താണേലും പോയി നോക്കാം അല്ലേ? നമ്മളിപ്പോ പോകുന്നത് റിപ്പബ്ലിക് സ്ക്വയർ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ ഗൂഗിളിലൊക്കെ നോക്കിയപ്പോൾ അതൊന്ന് ക്ലോസ്ഡ് ആണെന്നാണ് കണ്ടത്. പക്ഷെ ഒരു പബ്ലിക് സ്പേസ് ആയതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ ഓപ്പൺ ആയിരിക്കും എന്ന് വിചാരിക്കാം അല്ലേ? ബെൽഗ്രേഡിൽ നിന്ന് ഞങ്ങളൊരു സുവനീറൊക്കെ മേടിച്ചു. ഇനി എന്താ ഇവിടെ ഇതൊക്കെ ഇരിപ്പുണ്ട്. എന്ത് ഇവിടത്തെ റാഖിയൊക്കെ ഇരിപ്പുണ്ട്. അത് നമുക്ക് എയർപോർട്ടിൽ നിന്ന് മേടിക്കാം. എനിക്കിങ്ങനെ ബെല്ല് മേടിക്കാൻ ഇഷ്ടമായിരുന്നു. പക്ഷെ ഇവിടെ ബെല്ല് കണ്ടില്ല. ഒരു കുഞ്ഞി ടൈപ്പ് മണി കിട്ടും മേടിക്കാനായിട്ട്. അൽബേനിയ മേടിച്ചായിരുന്നു. മോണ്ടിനിഗ്രോ നമ്മൾ മേടിച്ചില്ലല്ലോ. മോണ്ടിനിഗ്രോനെ മേടിച്ചു. പക്ഷെ മോണ്ടിനിഗ്രോനെ വേറെ എന്തോ സാധനം മേടിച്ചു അതിന് പകരം. എനിക്ക് മനസ്സിലായി. ഒരു ടൈപ്പ് സാധനം മേടിച്ചായിരുന്നു. അങ്ങനത്തെ വേറെ എന്തെങ്കിലും ഈ മാഗ്നറ്റ് മാത്രമല്ലാതെ വേറെ എന്തെങ്കിലും ഒരു കുഞ്ഞു സാധനം കൂടി ഞാൻ മേടിക്കാറ്. മാഗ്നറ്റ് മെയിനായിട്ട് അബിയുടെ കളക്ഷൻ ആണ് കേട്ടോ. എനിക്ക് വേറെ കളക്ഷൻ ഉണ്ട്. ആമിക്ക് ടോയുടെ വേറെ കളക്ഷൻ ഉണ്ട് ഓരോ സ്ഥലത്തത്. പക്ഷെ ആമി ഇപ്പൊ ഉറങ്ങുവാ. ഞങ്ങളിത് കൊടയൊക്കെ മേടിച്ചോട്ടോ. നല്ല മഴയായി ഇവിടെ. ഞങ്ങള് സമ്മർ എക്സ്പ്ലോർ ചെയ്യാൻ വന്ന അന്നേരത്തേക്ക് ഇവിടെ മഴ. നല്ല ഇടിവെട്ടി മഴയാണ് ഇപ്പൊ കാണിക്കുന്നത്. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ ടൗണിൽ കൂടെ നടക്കാനൊക്കെ ആയിട്ട് അല്ലേ? എനിക്ക് നമ്മുടെ ലണ്ടനിലൊക്കെ പോയൊരു ഫീലിംഗ് ഇതിലെ കൂടെ നടക്കുമ്പോ അല്ലേ? ഞങ്ങള് മഴ നനയാതെ കേറി നിക്കുവായിരുന്നു ഇവിടെ സൈഡില്. ആമി പ്രതീക്ഷിച്ചില്ല. കൊട വരെ വാങ്ങി. ആമി ആകെ നനഞ്ഞ് പണ്ടാരടങ്ങിട്ടാ. കോഴികളായി ഞങ്ങള് കൊടയൊക്കെ വാങ്ങിയതേ. പോയനി നല്ല ഇടിയുണ്ട്. നമ്മൾ ഇന്നത്തെ കറക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചത് വണ്ടിയുടെ അടുത്തേക്ക് എത്തിയിട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് എടുത്തിരുന്ന വണ്ടി ഇതാട്ടോ. ഒപ്പൽ കോർസ എന്ന് പറഞ്ഞൊരു വണ്ടിയാണ്. വലിയ തിരക്കേടില്ല. നമുക്ക് ടോട്ടൽ ഒരു 400 യൂറോ അടുത്തായി. ഫുൾ കവർ ഇൻഷുറൻസ്. ഒരു ദിവസം 45 യൂറോ. അതുപോലെ കാർ സീറ്റിന് ഒരു ഫുൾ ഡേയിലോട്ട് അല്ല 4 ദിവസത്തോട്ട് 52 യൂറോ. കാർ സീറ്റിന് എനിക്ക് വന്ന കാറിനേക്കാളും റേറ്റ് ആയി അല്ലേ? കാറിന്റെ അതേ റേറ്റ് ആയിട്ടാ. 4 ദിവസത്തേക്ക് കാർ എടുക്കുന്ന അതേ റേറ്റ് ആയി 4 ദിവസത്തേക്ക് നമ്മുടെ കാർ സീറ്റിന്. കാർ സീറ്റ് ഇല്ലാതെ കൊച്ചിനെ നമ്മൾ കൈ പിടിച്ച് തന്നെ ഇരിക്കണം. നിർബന്ധമില്ല. പക്ഷെ നിർബന്ധം ഇല്ലാന്നല്ല, നമ്മളെ കൊച്ചിന്റെ സേഫ്റ്റി വെച്ചിട്ട് അത് മേടിക്കുന്നതാണ്. അൽബേനിയ പോയ സമയത്ത് ഇതേ കൈ പിടിച്ച് കൈ മൊത്തം വേദന എടുത്ത് ആകെ വിശക്കേടായിരുന്നു. അപ്പൊ നമ്മുടെ ഈ ഒരു ബെൽഗ്രേഡ് എന്ന് പറഞ്ഞ ഈ ഒരു നഗരത്തിനോട് യാത്ര പറഞ്ഞു പോവാട്ടോ. നമുക്ക് അങ്ങ് സെർബിയയുടെ ഉൾഭാഗങ്ങളോട്ട് പോകും. ആക്ച്വലി ഞങ്ങൾക്ക് ഈ ടൗൺ അല്ലെങ്കിൽ സിറ്റി സെറ്റപ്പ് ഞങ്ങൾക്ക് അത്ര പറ്റത്തില്ല. ഞങ്ങൾക്ക് ഇച്ചിരി നാച്ചുറൽ ആയിട്ട് സിറ്റിയിലൊന്നും ഇല്ല കാണാൻ. നമ്മൾ ഈ നാട്ടിൽ അല്ല ഈ യുകെയിലൊക്കെ കണ്ടാതെ ആ ഒരു വൈബ് തന്നെയാ ഉള്ളത്. പിന്നെ ഇവിടെ ബെൽഗ്രേഡ് ഫോർട്രസ് ഉണ്ട്. പിന്നെ ചരിത്രമൊക്കെ അറിയണമെന്നുള്ളവർക്ക് വല്ല ചരിത്രമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അതുമായിട്ട്. പിന്നെ നമ്മൾ വന്ന ഇത് കണ്ടില്ലേ, ഈ മഴയെല്ലാം ആയതുകൊണ്ട് പിന്നെ ഈ സിറ്റിയിലോട്ട് ഓവറങ്ങ് ഇറങ്ങണ്ടെന്ന് വിചാരിച്ചു. മാത്രമല്ല നടന്ന് നമ്മൾ വലഞ്ഞു പോകുന്നത്. വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല. ഫസ്റ്റ് ഡേ ഇല്ല, ഭയങ്കര ഓക്കെ. അപ്പൊ നമുക്ക് ഏറ്റവും നല്ലത് നാച്ചുറൽ ബ്യൂട്ടി. അപ്പൊ നമുക്ക് അത് തേടി പോവാം അല്ലെ? അതെ. നമ്മൾ ഇന്ന് താമസിക്കാനുള്ള സ്ഥലത്തേക്ക് എത്തി കേട്ടോ. അപ്പൊ നമ്മൾ തിരഞ്ഞെടുത്തേക്കുന്നത് കുറച്ച് ഉൾഭാഗത്തോട്ട് കയറിയിട്ടാട്ടോ. ഈ കാണുന്ന കേട്ടോ നമ്മുടെ വണ്ടി.
ഒപ്പൽ കോർസ. വലിയ കുഴപ്പമില്ല, നല്ല രസമുണ്ട് ഓടിക്കാനൊക്കെ. ഭയങ്കര ലൈറ്റ് വെയിറ്റ് വണ്ടി ഓടിക്കുന്ന പോലെ ഒരു ഫീലാ അല്ലേ? ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട് ഇതുണ്ടോ. ഇത് നമ്മൾ എടുത്തതിന് ശേഷം ആയതാണോ എന്നൊരു ഡൗട്ടുണ്ട് അല്ലേ? ആ സൈഡ് മാത്രം നോക്കിയില്ല. മാത്രമല്ല നമ്മൾ ഫുൾ കവർ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് അത് വലിയ കാര്യമായിട്ട് പ്രശ്നമാവണമെന്നില്ല. ഏയ് ആമി എന്നാ ചെയ്യുക? ചെളിയാക്കുവാണോ ചെരുപ്പ് മൊത്തം? കളിക്കുന്നതാണോ? അതേ മഴയൊക്കെ പെയ്ത് നല്ലൊരു കാലാവസ്ഥ ആയിട്ടുണ്ട് നമ്മളെ നാട്ടിലൊക്കെ ഒരു കാലാവസ്ഥ അല്ലേ? എന്നാ നമുക്കിനി സ്ഥലം നമ്മളെ വാ അഭ്യാസ മുറകൾ മതി വാ. നമ്മളിന്ന് താമസിക്കാൻ തിരഞ്ഞെടുത്തേക്കുന്ന സ്ഥലങ്ങൾ ഈ കാണുന്ന കേട്ടോ. നോക്കിയേ, മഴവില് നിൽക്കുന്ന നോക്കിയേ, 2 എണ്ണം അടുപ്പിച്ച്. ഇതാട്ടോ നമ്മുടെ ഇന്നത്തെ ഒരു സ്റ്റേയുടെ സ്ഥലം. ഈ കാണുന്ന ഒരു ചെറിയൊരു കുഞ്ഞ് റിസോർട്ട് പോലത്തെ ഒരു സെറ്റപ്പ് ആട്ടോ. ഇത് കണ്ടോ, നല്ല അടിപൊളി സ്ഥലം. ഇച്ചിരി കൂടെ നേരത്തെ വരുമായിരുന്നു, സെറ്റായിരുന്നു. ഈ മഴ പെയ്ത് ഫുള്ള് ചവിട്ടി നിലവാക്കിയല്ലേ. ഒരു റൂമുണ്ട്, ഒരു ടോയ്ലറ്റ് ഉണ്ട്. 2 കട്ടിലുണ്ടല്ലേ, കുഞ്ഞ് 2 കട്ടിൽ ആവശ്യമില്ല. എന്നാലും ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് കണ്ട. അല്ല വെട്ടം ഇത് കുഴപ്പമില്ലപ്പാ. കോഫി സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. TV ഉണ്ട്, എല്ലാവിധ സംവിധാനങ്ങളും ഉണ്ട്. എടി ഇത് നോക്കിയാ വെള്ളം കയറിയേക്കുന്ന ഇവിടെ നല്ല മഴയായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ശക്തമായ മഴയായിരുന്നു. നമുക്ക് ഇന്നിവിടെ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഈ മഴയത്ത് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങണോ? ഈ തണുപ്പത്ത് ഇറങ്ങണ്ട. തണുപ്പത്ത് ഇറങ്ങി ലാസ്റ്റ് തൊണ്ടതിനൊക്കെ പിടിച്ചു നോക്കി. മറ്റേ വാട്ടർ തീം പാർക്കൊക്കെ ഉണ്ട്. അത് ഇവിടെ നോക്കിയാ കാണൂല. ഇതല്ലേ കണ്ട. നമുക്ക് ആ സ്വിമ്മിംഗ് പൂളിനെ അങ്ങോട്ട് നടന്നിട്ട് ഓക്കെ. നമുക്ക് ആദ്യം നമ്മുടെ സാധനങ്ങളൊക്കെ വീടിനകത്ത് കയറ്റിച്ച് വീട് പൂട്ടിയിട്ട് ഇറങ്ങാട്ടോ. എക്സൈറ്റ്മെന്റിൽ അങ്ങ് പോവുക. ഇതൊരു റിസോർട്ട്, സ്പായും ഉണ്ട് ഇവിടെ, സ്പാ ആക്സസും ഉണ്ട്. ഇറങ്ങാൻ പറ്റുമോ? സ്വിമ്മിംഗ് പൂളിൽ വേണം ചാടാൻ. നീ വരുന്നുണ്ടേ? നിങ്ങൾ ചാട് ഫസ്റ്റ്. നാളെ രാവിലെ ചാടിയാൽ മതി. നാളെ രാവിലെ ചാടാൻ സമയമുണ്ടോ? ചാടിയിട്ട് പോയാൽ മതി. പൈസ കൊടുത്ത് വെറുതെ. ആമിക്ക് ഭയങ്കര അവിടെ ആമീനെ എവിടെ ഇരുത്താൻ പറ്റും? ബാർ. അവിടെ നിന്ന് അങ്ങനെ പോയി ഡ്രിങ്ക് എല്ലാം മേടിക്കാനല്ലേ. വാ, ഇത് നോക്കിയാ വാട്ടർ തീം പാർക്ക്. ഇതൊരു നല്ല, ഇതെനിക്ക് തോന്നില്ലേ ചായ ഹോളിഡേ റിസോർട്ട് പോലെ ഇങ്ങനെ ഫാമിലി ആയിട്ട് വന്ന് താമസിക്കുന്ന ടൈപ്പാ. അടിപൊളി ഏരിയ. നാളെ രാവിലെ ചാടാം. ഓക്കെ, ആമിക്കത് അവിടെ ഇറങ്ങാം. ഇവിടെ ഇച്ചിരി ആളുണ്ട്. ഇത് രാവിലെ ആന്ന്. ഇത് രാവിലെ ഇപ്പൊ ചാടണം നിനക്ക്? മോനെ തണുക്കും മോനെ. മോൻ ഒന്നാമതെ പനിയും ജലദോഷവാ കേട്ടാ. എന്താ പെണ്ണിന് ഇപ്പൊ ചാടണം അതിനകത്ത്. അപ്പത്തേ നമ്മള് 2ാമത്തെ ദിവസം തുടങ്ങി കേട്ടോ. അപ്പൊ ഞങ്ങള് ആദ്യം രാവിലെ തന്നെ വന്ന് പൂളി ചാടാനുള്ള പരിപാടിയായിരുന്നു കേട്ടോ. ഇറ്റ്സ് ഓക്കെ. കുറച്ചു നേരം അങ്ങനെ നിന്ന് നിന്നെ മുക്കൂല ഡാഡി, ഇത്രേ ഇറക്കൂ. ഇതിലൊന്ന് ഇറങ്ങുന്നവരെ ഉള്ളു ആ തണുപ്പ് കേട്ടോ. ഇതിലൊന്ന് ഇറങ്ങുന്നവരെ ആ തണുപ്പുള്ളു. അത് കഴിഞ്ഞാൽ വാക്കിയാ സ്ലോപ്പ് തുടങ്ങും. നീ മോളിൽ കൂടെ പോകണം. മോളിൽ കൂടെ പോയിട്ട് അവിടെ ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. അപ്പൊ സെർബിയയിലെ നമ്മുടെ ഫസ്റ്റ് ഡേ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. സെർബിയയിലെ അടിപൊളി കാഴ്ചകളുമായിട്ട് നമുക്ക് നാളെ കാണാം കേട്ടോ.